ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ആശംസിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലും തിരുസഭയിലും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തു നമ്മിൽ രൂപപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് അനുരൂപരാക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ക്രിസ്തുവിനെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അത് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്, ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല. AD 325 നിക്കിയ സൂനകദോസ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് തിരുസഭയില് നമ്മൾ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കാം. കൊന്ത ചെല്ലുന്ന ശീലം നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പുനരാരംഭിക്കാം. നമ്മുടെ ജീവിതങ്ങള് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് പുതിയ വഴികൾ തുറന്നു തരും. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ കൊന്ത ചെല്ലുമ്പോൾ അനുഗ്രഹങ്ങളാല്, കൃപകളാല് നിറയ്ക്കും. കാരണം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ മാതാവ് ഒരിക്കലും കൈവിടുകയില്ല. കാരണം പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവാണ്, ദൈവമാതാവാണ്, പ്രസാദവര പൂർണ്ണയാണ്. SMCAയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.